മുനമ്പത്ത് വഖഫ് അധിനിവേശത്തിനെതിരെ പദയാത്രയും പ്രതിഷേധ ധർണയും ഇന്ന് വൈകിട്ട് 5-ന് ഭൂസംരക്ഷണ സമിതി സമരപന്തലിൽ നിന്നും പദയാത്ര ആരംഭിക്കും. അതിനിടെ മുനമ്പം സമരം 125 ദിവസം പിന്നിടുകയാണ്. കിരൺകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ, 125-ാം ദിനമാണ് മുനമ്പം സമരസമിതി പിന്നിടുന്നത്. ഈ സമരം തുടങ്ങി ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ അവരുടെ ആവശ്യം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് പരിതാപകരമായ ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം വഖഫ് ബോർഡിന്റെ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയും വഖഫ് സ്വത്തുക്കളുടെ കാവലാളാണ് മുഖ്യമന്ത്രി എന്നെല്ലാം അവിടെ നിന്നും പരാമർശം ഉയർന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഈ പരാമർശമെല്ലാം വരുമ്പോഴും അവിടെയുള്ള ജനത, മുനമ്പം ജനതയ്ക്ക് ഇത് വളരെയധികം താങ്ങാനാകാത്തൊന്നും തന്നെയാണ്. കാരണം സർക്കാരും കൂടി അവരെ കബളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഒട്ടും പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് വീണ്ടും അവർ കൂടുതൽ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുകയാണല്ലേ? ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾ നടത്തുന്ന സമരം 125 ദിവസം പിന്നിടുകയാണ്. ഈ സമയത്തും തങ്ങളുടെ പ്രക്ഷോഭ പരിപാടികളിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളൊരു കാര്യം മുനമ്പത്തെ ജനങ്ങൾ വ്യക്തമാക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് പദയാത്രയും പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സമരങ്ങളുടെ എല്ലാം തന്നെ വേദിയായിരുന്ന മുനമ്പത്തെ വേളാങ്കണ്ണി മാതാ പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര പിന്നീട് ചെറായി ഭുവനേശ്വരി ക്ഷേത്രത്തിലേക്കാണ് സമാപിക്കുന്നത്. അതിനുശേഷം വൈകിട്ട് 5 മണിയോടുകൂടി പ്രതിഷേധ പരിപാടിയും അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഈ പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ഇതിനിടയിലാണ് ഈ ജനങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന സമീപനം, അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജനങ്ങൾക്കെതിരായിട്ട്, മുനമ്പത്തെ ജനങ്ങൾക്കെതിരായിട്ടുള്ള സമീപനങ്ങൾ വീണ്ടും തുടരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞ ദിവസം ഈ വഖഫിൻ്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ അവിടെ വെച്ചുണ്ടായിട്ടുള്ള ചില പരാമർശങ്ങൾ അത് വലിയ രീതിയിൽ തന്നെ മുനമ്പത്തെ ജനങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പരിപാടിയിലെത്തിയ മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിട്ടുള്ള MK സക്കീർ പറഞ്ഞത് വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷകനാണ് മുഖ്യമന്ത്രി എന്നുള്ളൊരു കാര്യമാണ്. അദ്ദേഹം പല പരിപാടികൾ നേരത്തെ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പലതവണ ഈ ഉദ്ഘാടന പരിപാടികളൊക്കെ മാറ്റിവെക്കേണ്ടി വന്നിരുന്നു. അന്നിലെ പോലും സമയം കണ്ടെത്തി ഈ പരിപാടിക്ക് വേണ്ടി എത്തിയ മുഖ്യമന്ത്രി വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷകനാണ് എന്നുള്ളൊരു പരാമർശം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ വഖഫ് ബോർഡിൻ്റെ ഈ അധിനിവേശത്തിനെതിരായിട്ട് നേരത്തെ ഈ വിഷയങ്ങൾ പഠിക്കാനായിട്ട് നിയോഗിച്ചിരുന്ന ആ കമ്മീഷനും പുറകോട്ട് പോകുന്നതായിട്ടുള്ള ഒരു സാഹചര്യം, കമ്മീഷൻ്റെ പ്രവർത്തനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ഈ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി വന്നതിന് ശേഷമാണ് സർക്കാരിൻ്റെ നിലപാട് അല്ലെങ്കിൽ ഇനി കോടതിയുടെ നിലപാടിന് ശേഷം മാത്രമായിരിക്കും, അതറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും തങ്ങളുടെ പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബോർഡും പുറകിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഏതായാലും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ കാത്തിരുന്നതാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ. ആ ജുഡീഷ്യൽ കമ്മീഷൻ പോലും അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് പുറകിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഏതായാലും വീണ്ടും പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാനായിട്ട് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ തങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നറിയിച്ചതിന് പിന്നാലെ തന്നെ സംസ്ഥാന വ്യാപകമായി തങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ തന്നെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും എന്നുള്ളൊരു കാര്യം നേരത്തെ മുനമ്പത്തെ ജനങ്ങൾ വ്യക്തമാക്കിയിരുന്നതാണ്. ഇതിൻ്റെ ആദ്യഘട്ടത്തിലെ പരിപാടി എന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് നടക്കുന്ന പദയാത്ര. വൈകിട്ട് 5 മണിക്കാണ് മുനമ്പത്ത് നിന്നും പദയാത്ര ആരംഭിക്കുന്നത്. ശരി.